ഇന്നത്തെ അറിയിപ്പുകൾ. കേരളത്തിൽ മദ്യപാനം കൂടിയെന്ന റിപ്പോർട്ട്. 4-1 പുരുഷന്മാരും മദ്യപിക്കുന്നവരെന്ന് ദേശീയ കുടുംബാരോഗ്യ സർവേ. കേരളത്തിൽ മദ്യ ഉപയോഗം കൂടിയെന്ന് ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട്. കേരളത്തിൽ 4-1 പുരുഷൻ മദ്യപാനിയാണെന്ന് 2023-24 വർഷത്തെ സർവേയിൽ പറയുന്നു. 2019-20 പുറത്തുവന്ന സർവേ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ മദ്യോപയോഗം 14% കൂടിയത്. കേരളത്തിൽ 15 വയസ്സിന് മുകളിലുള്ള 22.7% പുരുഷന്മാർ മദ്യപിക്കുന്നവരാണ്. 2019-20 കാലഘട്ടത്തിൽ ഇത് 19.9% ഇത് ദേശീയ ശരാശരിയേക്കാൾ 8.9% കൂടുതലാണ്. ഇക്കാലയളവിൽ ദേശീയ ശരാശരി 0.2% വർദ്ധിച്ചു. കേരളത്തിലെ സ്ത്രീകളുടെ മദ്യോപയോഗം വളരെ കുറവാണെങ്കിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നേരിയ വർധനവുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വികസന കുതിപ്പിൽ കൊച്ചി വാട്ടർ മെട്രോ. പ്രവർത്തനം ആരംഭിച്ച് 3 വർഷം കൊണ്ട് 70 ലക്ഷം ആളുകൾ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തു. 4 പുതിയ ടെർമിനലുകളും ആലോചനയിൽ. കൊച്ചി വാട്ടർ മെട്രോ ആരംഭിച്ച് 3 വർഷം പിന്നിടുമ്പോൾ 70 ലക്ഷം ആളുകളാണ് ഈ സംവിധാനത്തിലൂടെ യാത്ര ചെയ്തത്. കൂടുതൽ ടെർമിനലുകളിലേക്കും റൂട്ടുകളിലേക്കും സർവീസ് വ്യാപിപ്പിക്കാനാണ് ആലോചന. വാട്ടർ മെട്രോ ശൃംഖല വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം, ഇടക്കൊച്ചി, തോപ്പുംപടി എന്നീ പുതിയ ടെർമിനലുകളാണ് ഇപ്പോൾ ആലോചനയിലുള്ളത്. ഇവയുടെ ടെൻഡർ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ടെർമിനൽ നിർമ്മാണം പൂർത്തിയായ കടമക്കുടിയിൽ ഡ്രഡ്ജിംഗ് ജോലികൾ നടക്കുകയാണ്. ഏകദേശം 2 മാസത്തിനുള്ളിൽ അവിടെ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. പെരിയാർ വഴി ആലുവയിൽ നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സർവീസ് ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള സാധ്യതാ പഠനം പുരോഗമിക്കുകയാണ്. അതേസമയം ജലമെട്രോയ്ക്ക് പുതിയ 15 ബോട്ടുകൾ കൂടി വാങ്ങാൻ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. 100 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളാണ് വാങ്ങുന്നത്. 50 സീറ്റുകളാണ് ഉണ്ടാവുക. പുതുതായി സർവീസ് ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന ഇടങ്ങളിലേക്കും നിലവിൽ യാത്രക്കാരുടെ എണ്ണം കൂടിയ സ്ഥലങ്ങളിലേക്കുമാണ് പുതിയ ബോട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ കപ്പൽ MT സോളിസ് വിഴിഞ്ഞം തീരം വിട്ടു. വാടക ഇനത്തിൽ 30 ലക്ഷം രൂപ വരുമാനം ലഭിച്ചു. കപ്പലിടിച്ച് മീൻപിടുത്ത ബോട്ട് മുങ്ങിയ സംഭവത്തിലായിരുന്നു MT സോളിസ് പിടിച്ചുവച്ചത്. കപ്പലിടിച്ച് മീൻപിടുത്ത ബോട്ട് മുങ്ങിയ സംഭവത്തിന് ശേഷം മാർച്ച് 9 മുതൽ വിഴിഞ്ഞത്ത് തുടർന്ന MT സോളിസ് എന്ന വിദേശ കപ്പലാണ് അനുമതി ലഭിച്ചതോടെ കൊളംബോയിലേക്ക് തിരിച്ചുപോയത്. കൊച്ചി മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് DG പ്രിൻസിപ്പൽ ഓഫീസർ J. സെന്തിൽകുമാറാണ് കപ്പലിന് തിരിച്ചുപോകാൻ അനുമതി നൽകിയത്. വിദേശ കപ്പൽ എത്തിയപ്പോൾ വാടക ഇനത്തിൽ 30 ലക്ഷം രൂപ വരുമാനം ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. കന്യാകുമാരിക്കടുത്തുള്ള കടലിൽ മാർച്ച് 7-നുണ്ടായ അപകടത്തിൽ കൊല്ലം സ്വദേശിയുടെ സെന്റ് ജോസഫ് എന്ന ബോട്ടാണ് മുങ്ങിയത്. ബോട്ടിലുണ്ടായിരുന്ന 11 പേരിൽ 2 പേരെ കാണാതാവുകയും 9 പേർ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ക്യാപ്റ്റൻ ലേ വാൻ ടുവാൻ ഉൾപ്പെടെ വിയറ്റ്നാം സ്വദേശികളായ 20 ക്രൂവാണ് MT സോളിസ് കപ്പലിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.